നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. തൃശൂർ നിയോജക മണ്ഡലം തല സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ച സുരേഷ് ഗോപി നിർണായകമായ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് വലിഞ്ഞു നടന്നതും മുതുകിൽ ടേപ്പ് ഒട്ടിച്ചതും വെറുതെ ആയില്ലേ എന്ന് സഹസ്ഥാനാർത്ഥി തന്റെ സഹോദരനോട് ചോദിച്ചുവെന്നും ചേട്ടൻ എന്ന് താൻ വിളിക്കുന്ന ആ ആളുടെ ചോദ്യം വല്ലാതെ വേദനിപ്പിച്ചുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അത്രത്തോളം അവഹേളനമാണ് താൻ സഹിച്ചത്. തൻ കാലിൽ തന്റെ പാർട്ടിക്ക് ബലമുണ്ടാക്കണമെന്നും സിനിമാ താരത്തിന്റെ പേരിലല്ല എന്ന് സ്ഥാപിക്കുന്ന പ്രവർത്തനം 5 വർഷം കൊണ്ട് കാഴ്ചവെക്കേണ്ടതുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഉരച്ചു നോക്കാൻ നടന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ് എന്നും അദ്ദേഹം ചോദിച്ചു. ഉരയ്ക്കണമെങ്കിൽ എന്റെ ഹൃദയം എടുത്തു കൊടുക്കാം, ഉരയ്ക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ലൂർദ് മാതാവിന് സമർപ്പിച്ച സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബൂത്ത് പ്രവർത്തകന്റെ പണിയും ഓരോരുത്തരുടെ പാതി പണിയും വരെ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചുവെന്നും എന്റെ നടു ഒടിച്ചുവെന്നും ഇതിനുള്ള പ്രതികാരമാകും ഇനിയുള്ള 5 വർഷം എന്നായിരുന്നു സുരേഷ് ഗോപി പ്രതികരിച്ചത്. ഒരു മണ്ഡലത്തിലും ഒരു പഞ്ചായത്തിലും ഞാൻ വരില്ല. ആർക്കൊക്കെ വാക്കുകൊടുത്തോ ഏതൊക്കെ വീടുകളിൽ ചെന്ന് ഉറപ്പ് കൊടുത്തോ അവരെ കൊണ്ട് നിങ്ങളെ തല്ലിക്കുന്ന രീതിയിലാക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് പണിയെടുക്കണം. കേന്ദ്ര നേതൃത്വത്തിന്റെ 21 ഇന പട്ടികയിൽ ഓരോന്നും എന്താ എന്ന് ചോദിക്കുമ്പോൾ നിരാശപ്പെടുത്തുന്നതായിരുന്നു മറുപടി. അവരോട് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ വരെ കേന്ദ്ര നേതൃത്വം പറഞ്ഞുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രീയ നേതൃത്വം നൽകിയ വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പണിയെടുക്കേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ വളർച്ചയ്ക്കല്ല എന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുകയാണ്. ഇവിടേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കണമെന്നും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും സുരേഷ് ഗോപി ആഹ്വാനം ചെയ്തു. 7 മണ്ഡലങ്ങളിൽ താൻ വരും. കേന്ദ്രമന്ത്രി എന്ന നേട്ടത്തിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. പണ്ടത്തെ പോലെ ഒരിക്കലും എന്നെ കിട്ടാൻ സാധ്യതയില്ല എന്നും സുരേഷ് ഗോപി തമാശ രൂപേണയാണ് ഇക്കാര്യം പറഞ്ഞത്. അതേസമയം ഇന്ദിരാഗാന്ധിയെയും കെ കരുണാകരനെയും കുറിച്ചുള്ള തന്റെ പരാമർശം മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചെന്ന് സുരേഷ് ഗോപി ആരോപിച്ചു. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞത്. തന്റെ പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല, എന്നാൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ മുഖവിലയ്ക്കെടുക്കില്ല, മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല. ഇത്തരത്തിലാണ് കാര്യങ്ങളെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അകലും. കലാകാരനായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയായിരുന്നു പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ കരുണാകരന്റെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തിയത്. പുഷ്പാർച്ചന നടത്തിയ ശേഷം തനിക്ക് മാതൃകകൾ ആയവരെ പറ്റി സുരേഷ് ഗോപി പറയുകയായിരുന്നു. അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.